ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, നമ്മുടെ വിഷു വിശേഷങ്ങളാണ് വീഡിയോയിൽ. ഞങ്ങൾ എല്ലാ വിഷുവിനും ഞങ്ങളിതുപോലെ രാവിലെ കണി കണ്ട് പിന്നെ സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഫാമിലി ആയിട്ടൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ വിഷുവിനും മുടങ്ങാതെ ഞങ്ങൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ സമയത്തേക്കും കണി കണ്ടു. വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു, ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. ചെറുപ്പം തൊട്ടേ ഒന്നാമതേ വീട്ടിലൊക്കെ കണിയൊക്കെ വെക്കുമായിരുന്നു. കണി വെച്ച് ഇതുപോലെ എല്ലാവരും കൂടിയിരുന്ന് പടക്കം പൊട്ടിക്കുക, സദ്യ കഴിക്കുക, പുതിയ ഡ്രസ്സ് ഇടുക, അതൊക്കെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പം ഇവിടെ കാനഡയിൽ വന്നതിന് ശേഷം പടക്കമൊന്നും പൊട്ടിക്കാറില്ല, പക്ഷേ മുടങ്ങാതെ ഞങ്ങൾ കണി വയ്ക്കാറുണ്ട്. അതുപോലെ ഒരു ചെറിയ നമുക്കാവുന്ന രീതിയിൽ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ട്. അപ്പം ഇന്നും അതുപോലെ തന്നെ രാവിലെ ഒരു 6 മണിയൊക്കെ ആയ സമയത്ത് കണി കണ്ടു. അവൾക്ക് കിട്ടിയ കൈ നീട്ടെടുത്തിട്ട് അവളുടെ പിഗ്ഗി ബാങ്കിൽ വെച്ചതാണ് കേട്ടോ. അവൾക്കും ഇതിപ്പം സ്പെഷ്യലായി മാറി, കൈ നീട്ടം കിട്ടണമുണ്ട്. എന്തായാലും രാവിലെ കണി കണ്ടു ഞങ്ങൾ. പിന്നെ കണി കണ്ടതിന് ശേഷം പിന്നെ നേരെ പോയി കുളിച്ചു കേട്ടോ. കണി കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങാൻ പാടില്ല. പണ്ട് ഞങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത് അമ്മ പറയണ കാര്യമാണ്, കണി കണ്ട് ഉറങ്ങുന്നവരെ കണി കാണാൻ കൊള്ളില്ല എന്ന് പറയും. അപ്പോൾ അതൊന്നും കേൾക്കാണ്ട് ആ സമയത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പം സ്വന്തമായിട്ട് കണിയൊക്കെ വെക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. കണി കണ്ടതിന് ശേഷം നേരെ പോയിട്ട് കുളിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ സദ്യയുടെ പരിപാടിയൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മൾ കുളിച്ചൊക്കെ വന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ്, കാരണം നമ്മൾ സദ്യ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സദ്യ കഴിക്കാനുള്ള സ്പേസ് വേണമല്ലോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ചീസ് ബ്രെഡും പിന്നെ കുറച്ച് എന്തെങ്കിലും ഫ്രൂട്ട് എന്തെങ്കിലും കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു നമുക്ക് വേവിച്ച് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വേവിച്ച് വയ്ക്കാം. എല്ലാമില്ല, ഞാൻ വിചാരിച്ചു കൂട്ടുകറിക്ക് വന്നിട്ട് ഞാൻ കടല ഇന്നലെ വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു കടല ഒന്ന് ഇൻസ്റ്റപ്പോട്ടിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാമെന്ന്. കടല വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പും കൂടെ കുക്കറിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വരുമ്പോഴത്തേക്കും അതൊന്ന് സെറ്റായിട്ട് വരുമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ചതിന് ശേഷം പിന്നെ സദ്യയുടെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സാമ്പാർ ആദ്യം ഉണ്ടാക്കാൻ വയ്ക്കുകയാണ്. സാമ്പാറിന് ഓൾറെഡി ദാൽ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തോട്ട് എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ സാമ്പാർ പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഞാനൊരു വിസിലെടുത്തതിന് ശേഷമാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, പുളിയുടെ വെള്ളവും പിന്നെ കടുക് താളിച്ച് വയ്ക്കുന്നതൊക്കെ അതിന് ശേഷം. അപ്പം ഈ സാമ്പാർ പൊടി അമ്മ വീട്ടിൽ നിന്ന് പൊടിച്ച സാമ്പാർ പൊടിയാണ്. അത് മിക്കവാറും ഉണ്ടാവാറുണ്ട്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരും, അല്ലെങ്കിൽ വേറെ ആരുടെ അടുത്തും കൊടുത്തു വിടും. അങ്ങനെ മിക്കവാറും എപ്പോഴും അമ്മയുടെ സാമ്പാർ പൊടി വീട്ടിലുണ്ടാവാറുണ്ട്. അപ്പം എളുപ്പമായിട്ട് ഉണ്ടാക്കുക. അമ്മ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ എക്സ്ട്രാ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഞാനങ്ങനെ അത് വെച്ചിട്ട് ഒരു വിസിലെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു അവിയലിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാമെന്ന്. അതങ്ങനെ വെച്ചു. കൂട്ടുകറിയുടെ കടല ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് പച്ചക്കായും ചേനയും കൂടെ ഒന്നും കൂടെ ഇട്ടിട്ട് ഒന്ന് പ്രഷർ കുക്ക് ചെയ്തിട്ട് അതോടൊന്ന് വേവിച്ചെടുക്കണം.
അപ്പോൾ കൂട്ടുകറിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ വെന്ത് വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അവിയലിൻ്റെ അരപ്പ് റെഡിയാക്കാമെന്ന്. അത് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തേങ്ങയും കുറച്ച് ജീരകം പിന്നെ ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ചേർത്തുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ അവിയലിൻ്റെ വെജിറ്റബിൾ മിക്സിലോട്ട് ചേർത്തു. അവസാനം കട്ടിയില്ലാത്ത തൈര് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അവിയൽ റെഡിയായി. അപ്പോഴേക്ക് സാമ്പാറിൻ്റെ വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് താളിച്ചെടുത്തു. അതിൻ്റെ ഇടയിൽ നമുക്ക് ക്യാബേജ് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കാം. ക്യാബേജിന് ഇത് ഞാൻ വന്നിട്ട് ഒരു പ്രാവശ്യം ക്യാബേജ് മേടിച്ചു കഴിഞ്ഞാൽ അത് ഫുൾ അരിഞ്ഞു വെച്ചിട്ട് അതിൻ്റെ പകുതി ബാക്കി എടുത്തിട്ട് ഞാൻ ഫ്രീസ് ചെയ്ത് വയ്ക്കും. കാരണം ഒരു ക്യാബേജ് മുഴുവൻ നമുക്ക് ആവശ്യമില്ലല്ലോ 3 പേർക്കായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചതാണത്. അപ്പം ഇങ്ങനെ സിപ്പ് ലോക്കിൽ ഫ്രീസ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പം പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് കൂട്ടുകറിയുടെ വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് വേണ്ടിയിട്ടുള്ള അരപ്പ് ചേർക്കാൻ വേണ്ടി തേങ്ങ, ജീരകം, അതുപോലെ തന്നെ എണ്ണയിൽ വറുത്ത വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് അതിനകത്തോട്ട് മിക്സ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ക്യാബേജ് ഉപ്പേരി ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് തേങ്ങയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പം കൂട്ടുകറിയുടെ അതൊന്ന് സെറ്റായിട്ട് വരുന്ന സമയത്തേക്കും അതിനകത്തോട്ട് ചേർക്കാനുള്ള തേങ്ങ വറുക്കുകയാണ്. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും തേങ്ങയും കൂടെ വറുത്തിട്ട് അതും കൂടെ കൂട്ടുകറിക്കകത്ത് ചേർത്ത് മിക്സ് ചെയ്ത് അപ്പോൾ ഇത് നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഗോതമ്പിൻ്റെ പായസമാണ് കേട്ടോ ഉണ്ടാക്കണം. അപ്പോൾ ഗോതമ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. പിന്നെ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം. ഞാൻ വെള്ളരിക്ക പച്ചടിയും ബീട്രൂട്ട് പച്ചടിയും പിന്നെ പൈനാപ്പിൾ പച്ചടിയും 3 പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. What is it? I don't know. It's a camera. Is it? Yeah. Oh, nice. How could you guess that? It's easy. It's easy? അപ്പോൾ ഇത് 2 പച്ചടിക്ക് വേണ്ടിയിട്ടുള്ളത് വേവിക്കാൻ വെച്ചു. വെള്ളരിക്ക പച്ചടിക്കും ബീട്രൂട്ട് പച്ചടിക്കും ബീട്രൂട്ടും വെള്ളരിക്കയും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ പച്ചടിയാണ്. ഇത് കുറച്ച് പച്ചയാണ് പൈനാപ്പിൾ. ഏട്ടനാണ് മേടിച്ചത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഏട്ടൻ വിചാരിച്ചു കണി വയ്ക്കാൻ വേണ്ടി മാത്രമാണെന്ന്. സോ പച്ചടിയും കൂടെ വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം.
ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള വേവിച്ച് വെച്ചേക്കുന്ന ബീട്രൂട്ടും പച്ചമുളകും കൂടെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിന് തേങ്ങ, ഒരു നുള്ളു ജീരകം, പിന്നെ തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കടുകും കൂടെ ചേർത്തിട്ട് ബീട്രൂട്ട് മിക്സിലോട്ട് ചേർത്ത് കടുക് താളിച്ചിട്ട് കഴിഞ്ഞാൽ ബീട്രൂട്ട് പച്ചടി റെഡിയായി. അതിനുശേഷം പൈനാപ്പിൾ വെന്ത് വരുന്ന സമയത്ത് ഞാൻ അതിനകത്തോട്ട് ഒരു ഗ്രേപ്സും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഉപ്പും പഞ്ചസാര ഇട്ടുകൊണ്ടാണ് കേട്ടോ അത് വേവിക്കാൻ വെച്ചത്. ഇനിയിപ്പോൾ ഞാൻ വെള്ളരിക്ക പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിനകത്ത് തേങ്ങ, ഒരു നുള്ളു ജീരകം, പച്ചമുളക്, തൈര് അത്രയും ചേർത്ത് അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തിട്ടാണ് വെള്ളരിക്ക പച്ചടിക്ക് ചേർത്തത്. അതേ സെയിം അരപ്പ് തന്നെ ആണ് പൈനാപ്പിൾ പച്ചടിക്കും ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ പച്ചടിയും റെഡിയായി. അതിന് ശേഷം ഓലനും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഓലന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് അരിഞ്ഞതിന് ശേഷം ഓലൻ അതിന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് വെന്തിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തു. അപ്പോഴേക്കും ഓലൻ്റെ വെജിറ്റബിൾസ് വെന്തു. അതിനകത്ത് കോക്കനട്ട് മിൽക്കും കൂടെ ചേർത്ത് അവസാനം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മാറ്റിവെച്ചു. ഇനി നമ്മുടെ പായസത്തിന് ആവശ്യമായിട്ടുള്ള 2ാം പാല് ചേർത്ത് അതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും എൻ്റെ മോള് വന്നിട്ട് അവൾക്ക് നൂഡിൽ പായസം വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് പാവം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ സേമിയ പായസം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പായസവും റെഡിയായി. 2 പായസവും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് പപ്പടവും കൂടെ കാച്ചിയാൽ മതി. എല്ലാം അവസാനം തുറച്ചത് Sing them together. 1, 2. അടിപൊളി. What is this, Suchi? It's so easy. It's a banana. ഒറിജിനൽ പോലെ ഉണ്ടെന്ന്. This is original. That's real? ഇനിയിപ്പോൾ അച്ഛനും മോളും ക്ലീനിങ് ഏറ്റെടുത്ത സ്ഥിതിക്ക് ഞാനൊന്ന് കുറച്ച് റിലാക്സ് ചെയ്യട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.